പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസിൻ്റെ ഈ അഭിഷേക പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ കർത്താവായ ഈശോ ഈ അത്ഭുത അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ നൂറുകണക്കിന് അപേക്ഷകളാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തുകളിലൂടെയും യൂട്യൂബിൽ ആ പ്രാർത്ഥന ആ നിയോഗങ്ങളിലൂടെയും മൊബൈൽ വാട്സപ്പിലൂടെ എല്ലാം നൂറുകണക്കിന് പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു സഹോദരി പ്രാർത്ഥിക്കുന്നത് വിവാഹപ്രായം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുക. കർത്താവേ, 2026 ആ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ കെട്ടുകൾ അഴിയാൻ വേണ്ടിയാണ്. ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നത് ആശുപത്രിയിലുള്ള എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ, പ്രത്യേകിച്ച് മാരകമായ രോഗികൾ, പ്രത്യേകിച്ച് നമ്മുടെ പെട്ടെന്ന് രോഗം ബാധിച്ച നമ്മുടെ വൈദികർക്ക് വേണ്ടിയും പ്രത്യേകം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ദിവസം നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. പലവിധ പരീക്ഷകൾ, OET, ജർമ്മൻ, IELTS, മറ്റ് ക്ലാസ്സുകളിലെ പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വിടുതൽ കിട്ടാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. യുദ്ധപീഡകളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഒരു കുടുംബം അപേക്ഷിക്കുക. നമ്മുടെ എത്രയോ സഹോദരി സഹോദരങ്ങളാണ് ആ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നത്. എല്ലാ കുടുംബങ്ങൾ ഭയത്തോടു കൂടിയാണ് കഴിയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുറേ സഹോദരങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളാണ് യുദ്ധങ്ങൾ കൊണ്ടുവരുന്നത്. ആയതിനാൽ ലോകത്തിൽ ഒരു യുദ്ധങ്ങളും നടക്കാൻ പാടില്ല. നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ യുദ്ധങ്ങൾ, ജാതിയുടെ, വർഗത്തിൻ്റെ, ഭാഷയുടെ പേരിലുള്ള വൈരാഗ്യങ്ങളും വെറുപ്പുകളും യുദ്ധങ്ങളും എല്ലാം ഇല്ലാതാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ബിസിനസ് മേഖലയെ അനുഗ്രഹിക്കണമേ. അത് ബിസിനസ് കാര്യങ്ങൾക്ക് ഉള്ള ജ്ഞാനവും ബുദ്ധിയും ആത്മവിശ്വാസവും ധൈര്യം കൊടുക്കണമേ. പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകളിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കേസുകളും, കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ കുടുംബങ്ങളാണ് ജീവിക്കാനാവാതെ പണമെല്ലാം പല വഴിക്ക് ചെലവഴിക്കപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. പലവിധ കേസുകളൊക്കെയാണ്. കർത്താവേ, അതിൽ നിന്നെല്ലാം വിടുതൽ കൊടുക്കണമേ. ഒരു കുടുംബം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കൂട്ടുകെട്ടുകളിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന്. ഒത്തിരി പേരങ്ങനെ എഴുതി അയക്കാറുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മകനെ, മകളെ രക്ഷിക്കണമേ. തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, വിഷാദ രോഗങ്ങളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മുട്ടുവേദന, കാലുവേദന, വാതരോഗങ്ങൾ. ഇന്നൊരു മകൻ ഇന്നലെ എന്നെ ഫോൺ ചെയ്തപ്പോൾ ആ മകൻ്റെ കാല് മുറിച്ചു കളയത്തക്ക രീതിയിൽ ഇങ്ങനെ വേരിക്കോസിൻ്റെയും ഷുഗറിൻ്റെയും പ്രോബ്ലങ്ങൾ വന്ന് വലത് തള്ളവിരലും മറ്റ് വിരലുകളൊക്കെ മുറിച്ചു കളയാനായിട്ട് ഇരിക്കുക. കർത്താവേ, അതിൽ നിന്നൊക്കെ അവർക്ക് ആശ്വാസം കൊടുക്കുകയും വിടുതൽ കൊടുക്കുകയും ചെയ്യണമേ. പറമ്പിൻ്റെ വിൽപ്പന നടത്തി തരണമേ. കടബാധ്യത മാറ്റി തരണമേ. വിവാഹപ്രായമായ മക്കളെ അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കൊടുക്കണമേ എന്ന് ഒരു പ്രാർത്ഥന സമർപ്പിച്ചിരിക്കുക. തിരുഹൃദയത്തിലേക്ക് തൻ്റെ കുടുംബത്തെ സമർപ്പിക്കാം. മക്കൾ നന്നായിട്ട് പഠിക്കാനും നല്ല സ്വഭാവം ഉണ്ടാകാനുമായി വേറൊരു കുടുംബം പ്രാർത്ഥിക്കുക. മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ, വിശ്വാസത്തിൽ നന്നായിട്ട് ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്നൊരു കുടുംബം പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിക്ക് വിസ കിട്ടാൻ വേണ്ടി, അങ്ങനെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആങ്ങളയ്ക്ക് വിസ കിട്ടാൻ, പെങ്ങൾക്ക് വിസ കിട്ടാൻ, മക്കൾക്ക് വിസ കിട്ടാൻ, ജീവിത പങ്കാളികൾക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ എന്ന്
ഒരുപാട് കുടുംബങ്ങളാണ് അപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഒരു മകള് പ്രാർത്ഥനാ സഹം തേടിയിരിക്കുക. കൊച്ചുമകളുമായി ബന്ധപ്പെട്ട നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിലെ നീരും നീർക്കെട്ടും മറ്റ് അസ്വസ്ഥതകളും മാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുക. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, എൻ്റെ മോൻ്റെ മദ്യപാനം, കൂട്ടുകെട്ട്, ദേഷ്യം ഇവയിൽ നിന്നെല്ലാം മോചനം കൊടുക്കണമേ എന്ന് ഒരു കുടുംബം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, ഒരു മകൾക്ക് പഠിക്കാനുള്ള ബുദ്ധി, ഓർമ്മ, ജ്ഞാനം, വിവേകം നൽകി ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് മക്കൾക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുടുംബത്തിലെ നിരന്തരമുള്ള രോഗപീഠകള്, കുടുംബത്തിലെ അസ്വസ്ഥതകള്, കുഞ്ഞുമകൻ്റെ സ്വഭാവത്തിലെ ദേഷ്യം, ശാഠ്യം, സകലതും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷനും തിന്മയുടെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് ഒരു കുടുംബം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കുടുംബം പ്രാർത്ഥിക്കുന്നത് കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, ഒരു വഴി കാണിച്ചു കൊടുക്കണമേ. ജലദോഷം, ചുമ, ഇങ്ങനെ നിരന്തരമായ ജലദോഷവും ചുമയും കഫക്കെട്ടും വിട്ടുമാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി, വിസയുടെ റെസിഡൻസ് കിട്ടാനും ഗ്രീൻ കാർഡ് കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ PSC പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ നമുക്കിന്ന് സമർപ്പിക്കാം. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സഹായം തേടുക. ബലഹീനതകള്, കുറവുകള്, രോഗങ്ങളും മാറ്റി തരണമേ എന്ന് ഒരു മകള് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവവിശ്വാസത്തിൽ വളരാൻ ഒരു മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മകളുടെ ഈ കുഞ്ഞിൻ്റെയും അസുഖം മാറ്റിക്കൊടുക്കണമേ എന്ന് ഒരു കുടുംബം പ്രത്യേകം പ്രാർത്ഥിക്കുക. വസ്തുവിൻ്റെ മേലുള്ള ബന്ധനം അഴിച്ചു തരണമേ, ഒരു മകന് വസ്തു വാങ്ങാൻ മനസ്സുണ്ടാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ചേട്ടൻ്റെ മസിൽ വെട്ട് രോഗം, കാലിലെ നിറം മാറ്റവും മാറ്റി തരണമേ എന്ന് ഒരു മകൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. 12 കോടി കടം വീട്ടാനുള്ള കൃപ നൽകണം. ഫാക്ടറിയുടെ വിൽപ്പന നടക്കണം. വസ്തുവിൻ്റെ വിൽപ്പന തടസ്സങ്ങൾ മാറണം. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, സാമ്പത്തിക ബന്ധനത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കണമേ. എൻ്റെ കടം കൊടുത്ത പണം എത്രയും വേഗം തിരികെ ലഭിക്കാൻ വഴിയൊരുക്കണമേ എന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ആ നിയോഗങ്ങൾ സമർപ്പിക്കാം. മക്കളെ, എല്ലാ മക്കളെ പൈശാചിക ശക്തികളിൽ നിന്നും, പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും, പിശാചിൻ്റെ ആവാസങ്ങളിൽ നിന്നും, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും മക്കളെ രക്ഷിക്കണമേ എന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കുക. മോൻ്റെ ജോലി കിട്ടാനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മകളുടെ കാനഡയ്ക്കുള്ള വർക്ക് പെർമിറ്റ് PR ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മകൻ്റെ കാനഡ PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഞായറാഴ്ച കട തുറക്കരുത് എന്ന് പറഞ്ഞാലും കടയുടെ ഓണർ അത് കേൾക്കുന്നില്ല. അപ്പം ഞായറാഴ്ച വിശദമായിട്ട് ആചരിക്കാനും കുർബാനയിൽ പോകാനുള്ള കൃപ മക്കൾക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമേ. വിവാഹം നടത്താനുള്ള പണം കിട്ടണമേ. പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുക്കുന്നതിനുള്ള കൃപ കിട്ടണമേ എന്നൊരു കുടുംബം പ്രാർത്ഥിക്കുക. സോൾവ് മൈ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഗിവ് മീ ഓൺ ഹൗസ്. ഒരു സ്വന്തമായ ഒരു ഭവനം കൊടുക്കുന്നതിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അകറ്റുന്നതിനും വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ നിയോഗങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന, ജീസസ് പ്ലീസ് ബ്ലെസ് ഓൾ മൈ ഇന്റൻഷൻസ് and please fill us with your Holy Spirit and bless my children for a happy married life. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, നിറയട്ടെ. എല്ലാവിധ ശാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ടുള്ള ശാപങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുക. പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടാനും
നല്ല ആരോഗ്യവും ആയുസ്സും ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, കുടുംബത്തിലെ എല്ലാ കെട്ടുകളും ശാപങ്ങളും പാപങ്ങളും നീക്കിക്കളയണമെന്നൊരു കുടുംബം പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. സ്ഥലവും വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാനുള്ള കൃപ കുടുംബത്തിന് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ആ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ. കൂടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളും ശത്രുദോഷങ്ങളും തലമുറകളിലൂടെ കടന്നു വന്ന ശാപങ്ങളും മദ്യപാനങ്ങളും വിട്ടുമാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളുടെ പഠന മേഖലയിലുള്ള ബന്ധനങ്ങൾ മാറാൻ ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നു. മനസ്സ് ദുഃഖഭാരത്തിലായിരിക്കുന്ന എല്ലാവർക്കും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുമക്കളെയും കൊച്ചുമക്കളെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എൻ്റെ മുഖത്തിൻ്റെ അസ്വസ്ഥതകൾ മാറാനും പ്രഷറും ഷുഗറെല്ലാം നോർമലാകാനും നെഞ്ചിലെ നീറ്റലും വേദനയും മാറാനും വ്യക്തി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ നിയോഗങ്ങളെല്ലാം അവിടുന്ന് കേൾക്കണം. അതോടൊപ്പം തന്നെ ഒരു സഹോദരി എഴുതുന്ന, കർത്താവേ, എൻ്റെ ആങ്ങളയുടെ വിവാഹം നടക്കുന്നതിനും അത് ശരിയാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഒളിഞ്ഞിരിക്കുന്ന ശത്രു യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ എന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ കുടുംബങ്ങൾ നിറയാൻ വേണ്ടി വേറൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭവനം സ്വന്തമായി ലഭിക്കാൻ വേണ്ടി അനേക മക്കളാണ് പ്രാർത്ഥിക്കുന്നത്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് ചേർന്ന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം. വചനം ഇങ്ങനെ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. യേശുവേ, ഈ ഡെലിവറൻസ് പ്രാർത്ഥനയെ പങ്കെടുത്ത് അപേക്ഷകൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു, ആ വചനം ഞങ്ങൾ കേൾക്കുന്നു. ലോകത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യം കിട്ടാൻ, ഞങ്ങളുടെ മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാൻ, എല്ലാ ബന്ധനങ്ങളും വിടുതൽ കിട്ടാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിൻ്റെ അസംഖ്യ ശത്രുക്കളെ, അന്ധകാരത്തിൻ്റെയും ദുഷ്ടതയുടെയും രാജകുമാരനായ സാത്താനെ, സകല നുണയുടെയും പിതാവേ, എൻ്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തെയും പിശാചിൻ്റെ പതനത്തിനും നാശത്തിനും പീഡനത്തിനുമായി നിത്യപിതാവിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാ തിന്മകളെയും, എല്ലാ രോഗങ്ങളെയും, എല്ലാ തടസ്സങ്ങളെയും, എല്ലാ ആദിവ്യാധികളെയും, എല്ലാ ശാപങ്ങളെയും, എല്ലാ നിരാശകളെയും, പൈശാചിക പീഡകളെയും, സാത്താന്റെ ആവാസങ്ങളെയും, നിരാശകളെയും, കൂടോത്രങ്ങളെയും, മന്ത്രവാദങ്ങളെയും, ആഭിചാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപിയിൽ നിന്നും, അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഈ ജനം രക്ഷപ്രാപിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും കർത്താവിൻ്റെതാണ്. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് അച്ഛൻ ക്ഷണിക്കുക.
വിശുദ്ധ വാര ചൊവ്വാഴ്ചയാണ്. രാവിലെ മുതൽ തന്നെ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ദിവസം മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ അച്ഛൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷ, 8 മണിക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനകളും. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്ന എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.